ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ദ മൂവി എന്ന് പറഞ്ഞ നടത്തിയിരുന്നു. മുപ്പത്തിരണ്ട് ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിരുന്നു. പിന്നെ അതിൻ്റെ മേക്കിംഗ് വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇന്നലെ. പിന്നെ തുമ്പാട് എന്ന് പറഞ്ഞ പടം പുറത്തിറങ്ങിയിരുന്നു. അതിന് രണ്ടാം ഭാഗം ഉണ്ടെന്നുള്ള അനൗൺസ് ചെയ്തുകൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മുറ എന്ന് പറഞ്ഞ പടം ഒക്ടോബർ 18 റിലീസിന് എത്തുക എന്നുള്ള അറിയിച്ചു. പിന്നെ സാർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ മാർണമി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ പുറത്തിറങ്ങി. പിന്നെ ബ്രദർ എന്ന് പറഞ്ഞിട്ടുള്ള ജയരവയുടെ പടത്തിൻ്റെ മൾട്ടിപ്ലക്സ് പാർട്ട്നേഴ്സ് PVR ഐനോക്സ് എന്നുള്ളത് അറിയിച്ചു. പിന്നെ കടൈസി ഉലകപ്പോർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇന്നലെ ഇതിൻ്റെ 2 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നു. യൂബറെ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ മദ്രാസ്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷൈനികം ആദ്യമായിട്ട് തമിഴിൽ അഭിനയിക്കുന്ന പടത്തിലത്തെ തെയ്താഗ് കല്യാണം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ ബ്ലഡ് ആൻഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ട്രെയിലർ സെപ്റ്റംബർ 22 6 മണിക്ക് സരിഗമ്മയിലൂടെ പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചു. പിന്നെ ശർവ 38 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പോസ്റ്റ് വന്നു. പിന്നെ മിഷൻ ഇമ്പോസിബിൾ ഡെഡ് റെക്കണിംഗ് പാർട്ട് 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു സ്റ്റിൽ വന്നിരുന്നു. ടോം ക്രൂസ് ഓടുന്ന രീതിയിൽ വെറുതെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. കുറേ മുന്നേ വന്നാണ്. പിന്നെ ദേവര എന്ന് പറഞ്ഞ പടത്തിൻ്റെ കുറേ ഫോട്ടോസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു 4 വട്ടം ഞാൻ കാണിക്കേണ്ട എന്തായാലും. പിന്നെ ഈ പടത്തിൻ്റെ ഒരു ഇവന്റ് നടന്നതിൽ ജൂനിയർ NTRന്റെ ഫേവറേറ്റ് ഡയറക്ടർ വെട്രിമാരൻ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ആളുടെ കൂടെ ഒരു പടം ചെയ്യണം എന്നുള്ള ആൾ പറഞ്ഞിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ സൂപ്പർ തന്നെ ആയിരിക്കും. പിന്നെ ഈ ദേവര പാർട്ട് 1 എന്ന് പറഞ്ഞ പടത്തിൻ്റെ തന്നെ 9 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ ഇന്നലെ വന്നു. അതുവരെ റിലീസ് ഡേറ്റ് 27/9/24 കൊടുത്തതിൽ കൂടെ 9 എടുത്തിട്ട് 9 days to go എന്നുള്ള രീതിയിൽ ആക്കിയിരിക്കുകയാണ്. പിന്നെ ദേവര എന്ന് പറഞ്ഞ പടത്തിൻ്റെ USA പ്രീമിയർ നടക്കുന്നുണ്ട് 26 അപ്പോൾ അതിൻ്റെ പ്രീമിയറിൻ്റെ പ്രീ സെയിൽസ് ടിക്കറ്റ്സ് 50,000 കൂടുതൽ വിറ്റ് പോയിട്ടുണ്ട്. ഇപ്പോൾ 80 ബാക്കിയുള്ളപ്പോഴാണ്. പിന്നെ ബോഗൻവില്ല എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പടം കമ്മിങ് സൂൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴും റിലീസ് ഡേറ്റ് ഒന്നും അറിയിച്ചിട്ടില്ല. അടുത്ത മാസമാണ് റിലീസ് വരിക എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ഹിറ്റ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള വിജയൻ്റെ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ OST വർക്കൊക്കെ ഒക്ടോബർ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്ഡേറ്റ് ഈ ആഴ്ചയിൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലായിട്ട് വരും എന്നുള്ളതും തമൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ റിലീസ് ഡിസംബർ 20 എന്നുള്ളതും ആൾ അറിയിച്ചിട്ടുണ്ട്. പിന്നെ വേട്ടയെന്ന് പറഞ്ഞ പടത്തിൻ്റെ പ്രീ റിലീസ് ഇവൻ്റ് നടക്കാൻ പോവുകയാണ്. അത് നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നാളെ എന്നുവെച്ചാൽ 20. പിന്നെ ഹണ്ടർ വണ്ടാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്ലിംസ് പോലെ അതിൻ്റെ പുറത്തിട്ടിട്ടുണ്ട്. കുറേ ആൾക്കാർ പറഞ്ഞിട്ട് നെക്സ്റ്റ് ഹുക്കും എന്നുള്ളത്. പക്ഷെ കേട്ടിട്ട് നെക്സ്റ്റ് ദേവര എന്നാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഫിയർ സോങ് ഫസ്റ്റ് ഇറക്കിയ പാട്ടിൻ്റെ മാതിരി തോന്നുന്നുണ്ട്. അടുത്ത ട്രെൻഡിങ് ആകാൻ പോണ പാട്ടായിരിക്കും. പിന്നെ ഈ ഹണ്ടർ വണ്ടാർ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് സെപ്റ്റംബർ 20 റിലീസാവുക. പിന്നെ പടത്തിലത്തെ ക്യാരക്ടർ പോസ്റ്റേഴ്സൊക്കെ വന്നിരുന്നു. അതിൽ ദുഷര വിജയൻ്റെയും ഋതിക സിംഗിൻ്റെയും മഞ്ജു വാര്യരുടെ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ ഫഹദ് വാസിൻ്റെ വന്നിട്ടുണ്ട്. ആളുടെ പേര് പാട്രിക് എന്നാണ് പടത്തിൽ. അതേമാതിരി റാണ ഡക്കുപാട്ടിൻ്റെ വന്നിട്ടുണ്ട്. നട്ടരാജ് എന്നാണ് ആളുടെ പേര്. പിന്നെ ലോകേഷ് കനരാജ് 2 months of hard work by many people have gone in vain because of one recording എന്ന് പറഞ്ഞിട്ട് ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു പേജ് ഈ കൂലി എന്ന് പറഞ്ഞ പടത്തിലത്തെ നാഗാർജുനൻ്റെ ഒരു ഫൈറ്റ് സീൻ്റെ ഒരു സംഭവം ലീക്കാക്കിയിട്ട് അതിനെ കുറിച്ചിട്ടാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും മോശം പരിപാടി തന്നെയാണ്. കാരണം അത്രക്ക് നല്ല രീതിയിൽ പടം എടുത്തുകൊണ്ടിരിക്കുന്ന ഇതിൽ ലീക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഭയങ്കര കഷ്ടം തന്നെയാണ്. അതിൽ ഡയലോഗ്സും പറഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ടത്. എന്തായാലും അത് മോശം പരിപാടിയാണ്. പിന്നെ ഗുഡ് ബൈ ഡഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ള അജിത് കുമാറിൻ്റെ പടത്തിൽ ശ്രീലീല ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ സൂട്ട് ഗെയിം 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീച്ചർ ഇന്ന് രാത്രി വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ആ സീരീസിൻ്റെ സീസൺ 2 ഡിസംബറിലാന്ന് പറഞ്ഞായിരുന്നു. ഡിസംബർ 26 എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. സീസൺ 3 കൂടി ഉണ്ട്, അത് അടുത്ത വർഷമാണ്. പിന്നെ വാഴ എന്ന് പറഞ്ഞിട്ടുള്ള മലയാള പടം സെപ്റ്റംബർ 23 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ പുറത്തിറങ്ങുമെന്നുള്ള അറിയിച്ചു. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ എന്ന് പറഞ്ഞാൽ 5 ഭാഷകളിലായിരിക്കും പുറത്തിറങ്ങുക. പിന്നെ ധൂം 4 ഓൾറെഡി നമ്മൾ പറഞ്ഞാലും ഷാരൂഖ് ഖാനായിരിക്കും പടത്തിൽ അഭിനയിക്കുക എന്നുള്ളത്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് കേൾക്കുന്നത്. പക്ഷേ ഇപ്പോൾ കൂടുതൽ റൂമറായി വന്ന് കേൾക്കുന്നത് സൂര്യ ഈ പടത്തിൽ വില്ലനായി എത്തുന്നുള്ളതാണ്. എന്നുവെച്ചാൽ സൂര്യ വില്ലനായി എത്തും ചെയ്യും, നടനായിട്ട് ഷാരൂഖ് ഖാനും അഭിഷേക് ബച്ചനും വരുന്നുള്ള രീതിയിൽ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് നടക്കാൻ പോകുന്നില്ല. കാരണം ഈ ധൂം സീരീസിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ നായകൻ എന്ന് പറയുന്നത് ശരിക്കും വില്ലനായിരിക്കും. ആ വില്ലനെ പിടിക്കുക എന്നുള്ളതാണ് മറ്റേ അതിലത്തെ പോലീസിൻ്റെ രീതി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ കള്ളനും പോലീസ് എന്നുള്ള രീതിയിൽ കള്ളനായിരിക്കും അതിലത്തെ നായകൻ. ശരിക്കും നമുക്ക് പടത്തിൽ നായകൻ എന്ന് പറയുമ്പോൾ പോലീസും ആയിരിക്കും. അങ്ങനത്തെ രീതിയിലാണ് പടത്തിൻ്റെ എല്ലാതും പോണത്. അപ്പോൾ ഷാരൂഖ് ഖാൻ തന്നെ ആയിരിക്കും മെയിനായിട്ട് അതിൽ അഭിനയിക്കുക എന്നുള്ളതാണ് തോന്നുന്നത് വില്ലനായിട്ട്. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ പടം 400 കോടി അടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ കാലത്ത് 450 എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. ഞാൻ 400 എന്ന് പറഞ്ഞിരുന്നു എന്തായാലും. അപ്പോൾ കുറച്ച് പുതിയ പോസ്റ്റേഴ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒഫീഷ്യൽ കളക്ഷനെ കുറിച്ചിട്ടുള്ളൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ 13 ദിവസം കൊണ്ട് 413 കോടിയാണ് പടം നേടിയിട്ടുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഒഫീഷ്യലി വന്നിട്ടുള്ളതാണ്. ഇനി മലേഷ്യയിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന തമിഴ് ഫിലിമായി മാറിയിട്ടുണ്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള പടം. ജയിലറായിരുന്നു ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നത്. 14.18 മില്യൺ ആയിട്ട് ഇതിപ്പോൾ 14.30 മില്യൺ ആയിട്ടുണ്ട്. ഇത് 13 വയസ്സായിട്ടുള്ളൂ. ഇതിന് മുകളിൽ എടുക്കുന്നത് ദിൽവാല എന്ന് പറഞ്ഞിട്ടുള്ളതാണ് 15.68 ആയിട്ട്. അതിന് കൂടി വെട്ടിക്കുമെന്നുള്ള കണ്ടറിയാം.
അത് പിന്നെ ഹിന്ദി ഫിലിമാണ്. അല്ലാത്ത വശം തമിഴിൽ പോകുമ്പോൾ ഇതാണ് ഏറ്റവും മുന്നിൽ. പിന്നെ ചിന്ന ചിന്ന കണ്ണുകൾ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിൻ്റെ ഫുൾ വീഡിയോ സോങ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ചിന്ന ചിന്ന കണ്ണുകൾ എന്ന് പറഞ്ഞ പാട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മുന്നേ ലിറിക്കൽ വീഡിയോ ആക്കി ഇറക്കിയിട്ടുന്ന വിഷ്വൽസ് എല്ലാം അതിലുണ്ടായിരുന്നു. ശരിക്കും വേറെ ആയിരുന്നു, അതിപ്പോൾ ഇതിൽ ഇറക്കിയിട്ടുണ്ട് എന്തായാലും. പിന്നെ കങ്കോയുടെ ഒരു അപ്ഡേറ്റ് ഇന്ന് 11 മണിക്ക് വരും എന്ന് പറഞ്ഞത് രാവിലെ. അതറിയിച്ചുകൊണ്ട് നല്ലൊരു പോസ്റ്റർ ഒക്കെയാണ്. അതാണ് ഈ പോസ്റ്റർ. വിചാരിച്ചിരുന്ന പോലെ തന്നെ റിലീസ് ഡേറ്റ് ആണ് November 14. അത് തന്നെയായിരുന്നു റൂമറായിട്ട് വന്നുകൊണ്ടിരുന്നത്, November 14 അല്ലെങ്കിൽ December 20 എന്നുള്ളതൊക്കെ. അപ്പോൾ November 14 എന്നുള്ള അവർ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു വീഡിയോയിലൂടെയാണ് ഇറക്കിയുള്ളത്. വീഡിയോ കണ്ടിട്ട് ഭയങ്കര ഷോക്കായിട്ടാണ് തോന്നിയത്. ഇതുവരെയുള്ള അപ്ഡേറ്റ് പോലെയല്ല, എന്തോ അത്ര പിടിച്ചില്ല. ഒരു പുലിനൊക്കെ ബാക്കി വെച്ചിട്ടുണ്ട്, വെറുതെ ആവശ്യമില്ല. എന്തായാലും കണ്ടറിയാം എങ്ങനെയുണ്ട് പടം എന്നുള്ളത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.